കാഷ്വാലിറ്റി അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് അത്യാഹിത വിഭാഗം. നമ്മൾ കാഷ്വാലിറ്റിയിൽ പലതരം കേസുകൾ, എല്ലാത്തരം കേസുകളും വരാറുണ്ട്. അതിൽ നമുക്ക് എമർജൻസി ആയിട്ട് ഡീൽ ചെയ്യേണ്ട കേസുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അതിന് പ്രയോറിറ്റി കൊടുക്കുകയും എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അപ്പം എമർജൻസി ആയിട്ട് പല കേസുകൾ വരുന്നതിൽ നമുക്ക് ആക്സിഡൻറ്റുകളുണ്ട്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, അതേപോലെ തന്നെ അലർജികൾ, പനി, ചുമ ഇവയും വരാം. ഇതിൽ എമർജൻസി പ്രയോറിറ്റി കൊടുക്കേണ്ട കേസുകൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് അതുപോലെ തന്നെ സോർട്ട് ചെയ്യുന്നതിനുമായിട്ട് നമുക്ക് ട്രയാജിങ് സിസ്റ്റം ഉണ്ട്. ട്രയാജിങ് സിസ്റ്റം അഥവാ വേർതിരിക്കുക അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുക. പേഷ്യൻസിനെ നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ തന്നെ അവരുടെ രോഗലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അവരുടെ വൈറ്റൽസ്, അതായത് BP, പൾസ്, സാച്ചുറേഷൻ, ഓക്സിജൻ്റെ ലെവൽ, ടെമ്പറേച്ചർ ഇവയെല്ലാം നോക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേഷ്യൻറ്റിനെ സോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രയാജിങ് സിസ്റ്റം വഴി 3 രീതിയിലുള്ള കളർ കോഡുകളാണ് കൊടുക്കുന്നത്. ഒന്ന് നമുക്ക് റെഡ്, യെല്ലോ, ഗ്രീൻ. അതിൽ റെഡ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് എമർജൻസി. അക്യൂട്ട് എമർജൻസിയിൽ നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കേണ്ട, തീവ്രപരിചരണം വേണ്ട വിഭാഗത്തിലുള്ള രോഗികൾ. അവരെ പെട്ടെന്ന് തന്നെ നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ അവർക്ക് കെയർ കൊടുക്കുന്നു. യെല്ലോ ഏരിയയിലേക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ അർജൻറ്റാണ്, പക്ഷെ നമ്മൾ ഒരു ഡിലേ വന്നാലും അത്രയും പ്രശ്നമില്ല. പക്ഷേ വിത്തിൻ 30 മിനിറ്റ്സ് നമ്മൾ പേഷ്യൻറ്റിനെ കണ്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. പിന്നുള്ളത് ഗ്രീൻ ഏരിയ. ഗ്രീൻ ഏരിയയിലുള്ളവർ നമ്മളിപ്പോൾ OP ഇല്ലാത്ത സമയത്ത് വരുന്ന സാധാരണ കേസുകൾ, പനി, ചുമ, അതേപോലെ തന്നെ ചെറിയ ചെറിയ വേദനകൾ, അങ്ങനെയുള്ള കേസുകൾ OP ഇല്ലാത്ത സമയത്ത് കാഷ്വാലിറ്റിയിലെത്തുന്ന പേഷ്യൻസിനെയും നമ്മൾ ഗ്രീൻ ഏരിയയിൽ കിടത്തിയിട്ട് ചികിത്സ കൊടുക്കുന്നു. അപ്പോൾ ഈ റെഡ് ഏരിയയിലുള്ള പേഷ്യൻസിന് നമ്മൾ പ്രത്യേകമായ പരിചരണം കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ആദ്യം തന്നെ ഒരു സിസ്റ്റമായിട്ടാണ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. അതായത് കുറേ സ്റ്റെപ്പുകളുണ്ട്. പേഷ്യൻറ്റിനെ ഉടനെ തന്നെ ഫസ്റ്റ് ബെഡിലേക്ക് കിടത്തുന്നു. റെഡ് ഏരിയയിലേക്ക് കിടത്തിയിട്ട് പേഷ്യൻസിൻ്റെ വൈറ്റൽസ്, അതായത് മോണിറ്റർ ചെയ്യുന്നു. മോണിറ്ററിലേക്ക് അവരെ കണക്ട് ചെയ്തതിന് ശേഷം പൾസ്, BP ഇവയെല്ലാം മോണിറ്റർ ചെയ്യുന്നു. അതേപോലെ പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ എത്തിക്കണം. ആദ്യം നമുക്കൊരു സ്റ്റെപ്പ് വൈസ് ABC എന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ A എന്ന് പറഞ്ഞാൽ എയർവേ. പേഷ്യൻ്റെ എയർവേ ആദ്യം നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്രോത്തിങ്, അതായത് അപസ്മാരമൊക്കെ വന്നവരാണെങ്കിൽ സെക്രീഷൻസ് കാണും വായിൽ നിന്നുള്ള, അവ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എയർവേ ക്ലിയർ ആണോ ബ്ലോക്ക്ഡ് ആണോ എന്ന് നമ്മൾ അസസ് ചെയ്യും. അതിനുശേഷം ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് ശ്വാസോച്ഛ്വാസം, അവർ ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും. അതിൽ തന്നെ നമുക്ക് അവരുടെ പാറ്റേൺ, ശ്വാസം എടുക്കുന്നതിൻ്റെ പാറ്റേൺ നോക്കാം, റേറ്റ് നോക്കാം. അങ്ങനെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ രീതിയിൽ നമുക്ക് നോക്കാം. പിന്നെ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് ഓക്സിജൻ്റെ അളവ് നോക്കാം. പിന്നുള്ളതാണ് സർക്കുലേഷൻ. ABCയിൽ ലാസ്റ്റിലത് സർക്കുലേഷനിൽ മോണിറ്റർ ഉപയോഗിച്ച് നമുക്ക് അവരുടെ പൾസ്, BP എന്നിവയൊക്കെ നോക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പേഷ്യൻറ്റിനെ 3 രീതിയിൽ നമ്മൾ അസസ് ചെയ്യുന്നതും അവരെ സോർട്ട് ചെയ്യുന്നതും. അപ്പം നമുക്ക് കാഷ്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരുപാട് പരിഭ്രാന്തരാവേണ്ട, വേണ്ട എമർജൻസി കെയർ അവർക്ക് കിട്ടും. നമ്മൾ ഇതെല്ലാം അസസ് ചെയ്തതിന് ശേഷം ഏറ്റവും കെയർ കിട്ടേണ്ടവരെ അങ്ങനെ തരംതിരിച്ച് തന്നെയാണ് നമ്മൾ കാണുന്നതും അവർക്ക് വേണ്ട എല്ലാ കെയറും കിട്ടുന്നതായിരിക്കും.